ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ വന്നേക്കുന്നത് വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ മ്യൂസിയത്താണ്, ബാംഗ്ലൂരിലുള്ള മ്യൂസിയത്താണ്. അപ്പോൾ ഇവിടെ കിഡിലം പ്ലേസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ വരുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിരിക്കണം. പിന്നെ സ്റ്റുഡൻസിനും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഒരു ഹാഫ് ഡേ ഇവിടെ പൊളിച്ചെടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. ഒരു കിടിലൻ ടെക്നോളജിക്കൽ മ്യൂസിയം തന്നെയാണ്. സ്പേസിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറിയിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ് വ്യൂ. ഇവിടെ ഒരു സ്റ്റേച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 3 വേസിലോട്ട് തിരിയാൻ പറ്റും. നമ്മൾ ആദ്യം എൻജിൻ ഹാളിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് എൻജിൻ ഹാളിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ വന്നിട്ട് ഒരാൾക്ക് 30-40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ തീരെ കുറവാണ്, അഫോർഡബിൾ ആണ് എല്ലാവർക്കും. അപ്പോൾ കയറി വരുന്നിടത്ത് ഒരു ഡിനോസറിൻ്റെ റോബോട്ടിക് മോഡൽ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല കിടിലൻ പ്ലേസാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അതിന് നോക്കിക്കൊണ്ടൊക്കെ നിന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് നടന്നായിരുന്നു. അപ്പോൾ നടക്കുമ്പോൾ അവിടെ സൈഡിൽ ഈ എൻജിൻസ് ഇതൊക്കെ കണ്ടുപിടിച്ച ഇയേഴ്സ്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റൈറ്റ് ബ്രദേഴ്സിൻ്റെ ഫസ്റ്റ് എയ്റോപ്ലെയിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ അതിനകത്ത് അവർ രണ്ടുപേരും നിൽക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു മോഡലാണ്. നന്നായിട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫിസിക്സിൻ്റെ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് കണ്ട എല്ലാ മെഷീൻസും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങി. അവിടെയാണ് ഫുൾ എൻജിൻസും അതിൻ്റെ സെറ്റപ്പ് എല്ലാം അവിടെ താഴെയാണ്. അപ്പോൾ ഇത് ഒരു ബോള്, അതിൻ്റെ ഒരു റൊട്ടേറ്ററി ഫങ്ഷൻസ് അതൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് കറക്റ്റ് അവിടെ എത്തിച്ചു. അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കുറേ നേരം നോക്കിന്ന് കുറേ കഴിഞ്ഞ് എനിക്ക് ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെ കളഞ്ഞിട്ട് വന്നു. അപ്പോൾ കളഞ്ഞ് ലാസ്റ്റ് എൻ്റെ ബോള് കറങ്ങി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പോയി ഒന്ന് നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൻ്റെ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 3 പൊളി സാധനമാണ് കേട്ടോ. കിട്ടിലുമായിട്ട് ചെയ്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല പറ്റിയ കിടിലൻ പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ഇതും എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇനി എൻജിൻസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ എൻജിൻസ്, ഓയിൽ എൻജിൻസ്, ഡീസൽ എൻജിൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ മോഡലുണ്ട്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ കാണുവാന്ന് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നോക്കി. അപ്പോൾ ഇങ്ങനെ പപ്പ എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞൊക്കെ തരുമായിരുന്നു. അപ്പോൾ സംഭവം കിടിലോ, എന്തായാലും അടിപൊളിയാ. യൂസ് ചെയ്തുണ്ടാക്കിയൊരു ബഞ്ചായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഡാമിൻ്റെ, അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും പണ്ടത്തെ എല്ലാത്തിൻ്റെ വർക്കിംഗ് മോഡൽസൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുമായിരുന്നു. ചിലതൊന്നും വർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഓക്കെയാണ്. ബാക്കി കുറേയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലതൊന്നും വർക്ക് ചെയ്തില്ല. അമ്മ അതാ നോക്കിയിട്ട് ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. ഗൈസ്, ഞാൻ എന്തോ ഒരു വലിയ ഓട്ടം ഉണ്ട് അതിനകത്ത് നോക്കിയത്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല അതിനകത്ത്. എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കളഞ്ഞിട്ട് പോയി അടുത്ത കാര്യം എന്തുവാന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ എവിടെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു എല്ലാം കൂടെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അത് നോക്കും ഇത് നോക്കും അങ്ങനെ ഓടി നടന്ന് എല്ലാം കണ്ടു എന്ന് പറയാം.
അപ്പോൾ നല്ല രസമാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഹൈഡ്രോ ഇലക്ട്രിക് റൂമാ. അപ്പോൾ അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാ. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാ ആയാലും ചെയ്തേക്കുന്ന രീതിയൊക്കെ ഒരു നല്ല രസമാണ്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ മസ്റ്റ് ആയിട്ടും കാണാൻ പറ്റിയ ഒരു അടിപൊളി ഹാഫ് ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. അപ്പോൾ ഗൈസ്, ഇത് മാരുതി കാറിൽ വെച്ചേക്കുന്ന എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഒക്കെയാണ്. അതിന്റെ വർക്കിംഗ് മോഡലൊക്കെയാ ഇത്. അപ്പോൾ ഇത് എല്ലാം കണ്ട് ഞാൻ അതിനെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിയായിരുന്നു. എന്തോന്ന് ലോക്ക് ലോക്ക് ലോക്ക്. മൂവ് ചെയ്യുന്നുണ്ട്. ഇതെന്തുവാ? സ്വിച്ച്. എല്ലാ സ്വിച്ചും ഉണ്ടല്ലോ. ഞങ്ങൾ ഓക്കെ. അയ്യോ, ലൈറ്റ് എത്തിയാണ്. നമുക്കിങ്ങനെ ഓരോന്നോരോന്നായി നോക്കിയിട്ട് പോകാം. അങ്ങോട്ട് തന്നെ എന്തോ നടക്കുന്നത്? വെള്ളം പോവാ. വെള്ളം എന്തേലും വരുമായിരിക്കും. ഇവിടെ പമ്പിന്റെ ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ ഗൈസ്, എല്ലാവരും വെള്ളമൊക്കെ എടുത്തോണ്ട്. ഓക്കെ. പമ്പ്, ടാപ്പ്, സിബിന്റെ വർക്കിംഗ് നോക്കിയില്ലെന്നാണ്. ഇനി നമുക്ക് മേളിലോട്ട് പോകാം. അപ്പോൾ അടുത്ത് നമ്മൾ ഫൺ സയൻസിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫണ്ണാവാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇവിടെ കിടലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്കൊക്കെ പറ്റിയ പ്ലേസാണ്.
ഇതാണ് ടൊർണാഡോ ചുഴലിക്കാറ്റ്. പുറകിൽ വേറൊരു ചുഴലിക്കാറ്റ് നിൽപ്പുണ്ട്, അത് നോക്കണ്ട. അത് ക്ലിയർ ആയിട്ട് കാണാൻ പോയി നിൽക്കുന്നത്. കൊള്ളാം. അടിപൊളിയല്ലേ? എന്തോ കാണാവോ? ക്യാമറക്കകത്ത് ക്ലിയർ ഇല്ല ഗൈസ്, ബട്ട് 3D ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എവിടെ? വേവ് മോശം. നമ്മുടെ DNA കണക്കുണ്ടല്ലേ? എല്ലാവരും ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെ ആണോന്ന് അറിയത്തില്ല. എന്തുവാ ബബിൾസ്. പപ്പ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. കൊള്ളാം കൊള്ളാം. പപ്പ വേറെ ഗായ്സ്, ഇതിനകത്ത് തന്നെ ഒരു മിനി തിയേറ്റർ ഒരു റെഡിയാക്കിയിട്ടുണ്ട്. 3D ആണ്. അപ്പോൾ 3D ഷോസൊക്കെ കാണാൻ നല്ല ഇതാണ്. നമ്മൾ ടൈം ലേറ്റ് ആയതുകൊണ്ട് കയറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് 2 സൈഡും മിററാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടി നോക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. അത് ഇതിൻ്റെ സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തുവാ ഡിലേ വോയിസ്, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി. കയറിക്കോ. അപ്പം നോക്കാം. വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളാണ് കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. 50% ഉള്ളൂ. എല്ലാവരും കണ്ടോളി. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ്, ഫൺ സയൻസ് കണ്ടിറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രോ ടെക്നിക്കിലോട്ട് കയറാം. ഇത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മാഗ്നറ്റ്സ്, അങ്ങനെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് ആണ് ഇവിടുത്തെ. ഇവിടെ
കുറേയൊക്കെ നടന്നപ്പോൾ തളർന്നു പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഇവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് ഇവിടെ കൂടുതലൊന്നും അങ്ങോട്ട് പോയില്ല. പിന്നെ മേലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അടുത്ത ഫ്ലോറിലോട്ട് പോയി. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ച് കാണണമെന്ന് വിചാരിച്ചു. അടുത്ത സ്പേസ് ടെക്നോളജിയിലോട്ട് കയറി. അപ്പോൾ ഇനി കുറച്ച് ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ കയറി. കൊള്ളാല്ലേ? അവിടെ ഉപയോഗിക്കുന്നത് സ്പേസിൽ വേവിക്കാനൊന്നും പറ്റാത്തോണ്ടല്ലേ ചൂടുവെള്ളത്തിട്ട് ഉപയോഗിക്കുക. ഇവിടെ അത്രയും സാറ്റലൈറ്റ്സിന്റെ മോഡൽസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കി പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് PSLV ഹീറ്റ് ഷീൽഡ് ആണ്. അപ്പോൾ അത് നല്ല കിഡിലായിട്ട് തന്നെ അവരവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഇതൊക്കെ ട്രിബ്യൂട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ സ്പേസിനെ കുറിച്ചുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. എവിടെയിപ്പോൾ അവിടെ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഗൈസ്, ഇത് നമ്മുടെ വെയിറ്റ് ഓരോ ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിലുള്ള വെയിറ്റ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ വീനസിലെങ്ങാണ്ടാട്ടോ കുറച്ച് വെയിറ്റ്, ഏറ്റവും കുറവ് വീനസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പിക്ചേഴ്സും അവർ പോയ വർഷവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ബയോടെക്നോളജി ആവാം, ബയോളജിയെ കുറിച്ചൊക്കെ നോക്കാം, സെൽസ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, DNA, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്നിങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ നടക്കാനൊന്നും വയ്യായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ക്ഷീണിച്ചു പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ തന്നെ വരാൻ നോക്കുക. ഞങ്ങളിപ്പോൾ വന്ന ടൈമൊക്കെ കുറച്ച് ഉച്ചയൊക്കെ ആയി. അപ്പോൾ നല്ല വിശന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടുതലൊട്ടും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടിച്ച് എല്ലായിടവും നോക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് സെൽസിൻ്റെ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കുറേ സെൽസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. അടുത്ത് ഡയാറ്റം സ്പോറിൻ്റെ ഇനിയുണ്ട്. ഈസ്റ്റ്,
ബയോടെക്നോളജി യൂസ് ചെയ്ത് കൃഷി നടത്തുന്ന പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഇത് അതിന്റെ മോഡൽസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഏത് പ്ലാന്റ് ഇതാണെന്ന് നോക്കുമ്പോൾ അവര് ആ പ്ലാന്റിന്റെ കൃഷിന്റെ രീതികളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിയിട്ട് ഇത് ഹാർട്ടിന്റെ ബ്ലഡ് പമ്പ് ചെയ്ത് അപ്പൊ അത് ആർട്ടറീസ് വഴി പോകുന്ന ആ ഒരു ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ കിഡിലും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരേക്കും ബൈ.